മൗനത്തോളം ശക്തമായ ഭാഷയില്ല, മൗനത്തോളം ശക്തമായ ശിക്ഷയുമില്ല. നമ്മളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ മൗനം തന്നെയാണ് നല്ലത്. ചിലരുടെ പെട്ടെന്നുള്ള മാറ്റം നമ്മെ വേദനിപ്പിക്കും. പക്ഷെ അത് മാറ്റമല്ല. അത്രയും നാൾ അവർ അണിഞ്ഞിരുന്ന മുഖംമൂടി അഴിഞ്ഞു വീണ് തനിനിറം പുറത്തു വന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നന്നായി പ്രവർത്തിച്ച ശേഷം സംതൃപ്തരായിരിക്കുക. മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കട്ടെ. സന്തോഷം എന്നത് ആരും വാങ്ങിത്തരുന്ന ഒന്നല്ല, നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പെരുമാറ്റത്തിലൂടെ, സ്നേഹത്തിലൂടെ, കരുണയിലൂടെ അത് നേടിയെടുക്കുക. നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എത്രമാത്രം മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം മനസ്സിന് ഭാരം കൂടുന്നതാണ്. ഒരു അരയന്നത്തിന് വെളുക്കാനായി സ്വയം കുളിക്കേണ്ടതില്ല. അതുപോലെ നിങ്ങൾ എന്താണോ അതിൽ ഉറച്ചു നിൽക്കുക. നന്ദി വാക്ക് പറയാൻ മറന്നാലും കുറ്റം പറയാൻ മറക്കില്ല ചില മനുഷ്യർ. മിണ്ടാൻ ആരുമില്ലാത്തപ്പോൾ തേടി വരുന്നതല്ല, മറിച്ച് മിണ്ടാൻ ഒരുപാട് പേർ ഉള്ളപ്പോഴും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നവരാണ് ചേർത്ത് പിടിക്കേണ്ടത്. വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ വേണ്ട എന്ന് തന്നെ പറയണം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആര് തന്നെ നിർബന്ധിച്ചാലും പറ്റില്ല എന്ന് തന്നെ പറയണം. ജീവിതം സ്വാഭാവികവും സ്വതസിദ്ധവുമായ മാറ്റങ്ങളുടെ ഒരു പരമ്പരയാണ്. അവയെ ചെറുക്കരുത്. അത് ദുഃഖം മാത്രമേ സൃഷ്ടിക്കൂ. മാറ്റങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ. സമയം നിങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. എനിക്ക് സമയമില്ല എന്ന് പറയുന്നത് എനിക്ക് വേണ്ട എന്ന് പറയുന്നതിന് തുല്യമാണ്. താൻ എന്താണെന്ന ചിന്തകളിൽ നിന്ന് സ്വയം മോചിതനാകുമ്പോൾ തന്റെ പരിധികൾ മറികടക്കാൻ തുടങ്ങും. വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പ്രവർത്തിക്കുക മാത്രമല്ല, സ്വപ്നം കാണണം. ആസൂത്രണം ചെയ്യുക മാത്രമല്ല, വിശ്വസിക്കുകയും വേണം. എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ വേണ്ടത് ധൈര്യമാണ്. ശാന്തനായിരുന്നു കേൾക്കാനും ധൈര്യം ആവശ്യമാണ്. വിജയം പ്രധാനമല്ല, പരാജയം അവസാനവുമല്ല. പോരാട്ടം തുടരുവാനുള്ള ധൈര്യം മാത്രമാണ് പ്രധാനം. ഒരു മരത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് തീപ്പെട്ടിക്കോലുകൾ ഉണ്ടാക്കാം. അതുപോലെ ഒരു തീപ്പെട്ടിക്കോലിൽ നിന്ന് 1,00,000 മരങ്ങൾ കത്തിക്കാനും കഴിയും. നിങ്ങളുടെ ഒരൊറ്റ നെഗറ്റീവ് ചിന്തയ്ക്ക് എല്ലാ പോസിറ്റീവ് ചിന്തകളെയും നശിപ്പിക്കാൻ കഴിയും. നേരത്തെ ഉറങ്ങുകയും രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുന്നവരെക്കാൾ രാത്രി വൈകുവോളം ഉണർന്നിരിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ബുദ്ധിയുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. പ്രായമാകരുത് ഒരാളെ വിലയിരുത്തുന്നതിന്റെ മാനദണ്ഡം, മറിച്ച് ഒരാളുടെ സംസ്കാരത്തിന്റെയും ഭൗതിക വികസനത്തിന്റെയും അടിസ്ഥാനത്തിലാവണം വിലയിരുത്തേണ്ടത്. ഇത് നിങ്ങളുടെ വഴിയാണ്, നിങ്ങളുടേത് മാത്രം. മറ്റുള്ളവർ നിങ്ങളോടൊപ്പം നടന്നേക്കാം, പക്ഷേ നിങ്ങൾക്ക് പകരം നടക്കാൻ ആർക്കും കഴിയില്ല. എത്ര കുറച്ച് നമ്മൾ സംസാരിക്കുന്നുവോ അത്രയും കൂടുതൽ മൂല്യം നമ്മുടെ വാക്കുകൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതം നിങ്ങൾ സ്വയം ജീവിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർ അവർക്ക് വേണ്ടി നിങ്ങളെ വിനിയോഗിക്കാൻ തുടങ്ങും. നിങ്ങളെ ആക്രമിക്കുന്ന ശത്രുവിനെയല്ല നിങ്ങൾ ഏറ്റവും ഭയപ്പെടേണ്ടത്, നിങ്ങളെ കെട്ടിപ്പിടിച്ച് സ്നേഹം നടിക്കുന്ന വ്യാജ സുഹൃത്തിനെയാണ്. ജാഗ്രതയോടെ സുഹൃത്തുക്കളെ കണ്ടെത്തുക. പ്രയാസങ്ങൾ ഹൃദയം തകർത്താലും പ്രതീക്ഷകൾ കൈവിടരുത്. ഏതൊരു ഇരുട്ടും തുളച്ച് ഒരു നാൾ പ്രകാശം നമ്മെ തേടി വരും, പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക്. ജീവിതത്തിൽ സംഭവിച്ചതിനെ ഓർത്ത് ഒരിക്കലും പശ്ചാത്താപിക്കരുത്. അത് മാറ്റാനോ പഴയപടിയാക്കാനോ മറക്കുവാനോ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് അതൊരു പാഠമായി എടുത്ത് മുന്നോട്ടു പോവുക. വാക്കുകൾ കൊണ്ട് യുദ്ധമാവാം, പക്ഷേ എതിരെ നിൽക്കുന്നവന്റെ കുറവുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടാവരുത് നിന്റെ ജയമെന്നു മാത്രം. നഷ്ടങ്ങളോടും ദുഃഖങ്ങളോടും എപ്പോഴും നന്ദി ഉണ്ടാവണം. കാഴ്ചകളെ വലുതാക്കിയതിന്, മനുഷ്യരെ തിരിച്ചറിയാൻ സഹായിച്ചതിന്, ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിപ്പിച്ചതിന്. സങ്കടങ്ങളിലൂടെ ആത്മാർത്ഥമായി കടന്നു പോകുമ്പോൾ മാത്രമാണ് സ്നേഹിക്കുന്ന മനുഷ്യരെ കണ്ടെത്താൻ കഴിയുക. നിങ്ങൾ ഒരു പ്രവൃത്തി ഉപേക്ഷിക്കുന്ന നിമിഷം നിങ്ങളുടെ എതിരാളിയെ വിജയിക്കാൻ അനുവദിക്കുന്ന നിമിഷമാണ്. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ. ജീവിതത്തിൽ ചിലപ്പോൾ തോറ്റുപോയേക്കാം, ഒറ്റപ്പെട്ടേക്കാം, അവഗണിക്കപ്പെട്ടേക്കാം. ഒരിക്കലും ഒന്നിനും ആരുടെയും കാലു പിടിക്കരുത്.
ഔദാര്യം കൈപ്പറ്റിയാൽ അടിമത്തം അനുഭവിക്കേണ്ടി വരും. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നിടത്തോളം കാലം നാം എല്ലാവർക്കും പ്രിയപ്പെട്ടവരും നല്ലവരുമായിരിക്കും. എന്നാൽ നമുക്ക് വേണ്ടി നമ്മൾ എന്ന് ജീവിച്ചു തുടങ്ങുന്നുവോ അന്നു മുതൽ മോശപ്പെട്ടവരും കുറ്റക്കാരുമായി മാറുന്നു. സ്വന്തം ദുഃഖത്തിനിടയിലും അന്യന്റെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്നവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ. വേദനിക്കുന്നവന്റെ കണ്ണീർ ഒപ്പുന്നതിലും വലിയ പുണ്യം മറ്റൊന്നിലും കിട്ടില്ല. എല്ലാവരോടും മര്യാദയുള്ളവരായിരിക്കുക, പലരോടും സൗഹാർദ്ദപരമായിരിക്കുക, കുറച്ചുപേരെ പരിചയപ്പെടുത്തുക, ഒരാളോട് മാത്രം സുഹൃത്താകുക, ആരോടും ശത്രുവായിരിക്കരുത്. കുന്നോളം സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പ്രസംഗിക്കുന്നവരെക്കാൾ നല്ലത് കടുകോളം സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കുന്നവരെ വിശ്വസിക്കുന്നതാണ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വയം നന്നാവാൻ നോക്കുന്നതിനേക്കാൾ തരം താഴ്ന്നവർ വേറെയില്ല. വളർത്താനും തളർത്താനും കഴിയുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത്. വളരുമ്പോൾ അമിതമായി അഹങ്കരിക്കരുത്, തളരുമ്പോൾ പിൻവാങ്ങുകയും അരുത്. അവർ ഇല്ലാതെ നിങ്ങൾ എത്ര സന്തോഷവാനാണെന്ന് കാണുമ്പോഴാണ് ആളുകൾ നിങ്ങളുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നതിൽ വിഷമിക്കാൻ തുടങ്ങുന്നത്. തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയുക. ഒന്നെങ്കിൽ അതൊരു പുതിയ തുടക്കമായേക്കാം, അല്ലെങ്കിൽ അവസാനവും. എന്തിനെയാണോ നമ്മൾ ഭയക്കുന്നത് അതിനെതിരെ തന്നെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം. കാരണം ചിന്തയിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു വരുന്നത്. നമ്മുടെ ഭാവി തീരുമാനം എല്ലാവരോടുമായി വെളിപ്പെടുത്താതിരിക്കുക. തീരുമാനം ലക്ഷ്യത്തിലെത്തിയതിനു ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക. ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദനായിരിക്കാൻ ആത്മബലമുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. ആത്മവിശ്വാസത്തോടെ ഓട്ടം ആരംഭിച്ചാൽ ലക്ഷ്യത്തിലെത്തുന്നതിന് മുന്നേ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ആത്മവിശ്വാസമില്ലെങ്കിൽ കുറഞ്ഞത് 2 തവണ തോൽക്കേണ്ടി വരും. ചിന്തിക്കാതെ സംസാരിക്കരുത്, മനസ്സിലാക്കാതെ വിധിക്കരുത്, സത്യമറിയാതെ ഊഹിക്കരുത്. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളോട് പല കാര്യങ്ങളിലും ദേഷ്യപ്പെടും. പക്ഷേ ഒരു കാരണവശാലും അവർ നിങ്ങളെ വിട്ടുപോകില്ല. നമ്മൾ എത്രത്തോളം നിഷ്ക്രിയരായി ഇരിക്കുന്നുവോ അത്രത്തോളം ഭയവും സംശയവും നമ്മളിൽ വളരുന്നു. ബുദ്ധിയുള്ളവർ ആരെയും കുറ്റപ്പെടുത്താതെ തെറ്റിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് കുതിക്കുന്നു. ശരാശരി ആളുകൾ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നു. വിഡ്ഢികൾക്ക് എല്ലാത്തിനും ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും. വിജയിച്ച വ്യക്തിയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം ശക്തിയുടെയോ അറിവിന്റെയോ അഭാവമല്ല, മറിച്ച് ഇച്ഛാശക്തിയുടെ അഭാവമാണ്. വലിയ മനസ്സുകൾക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട്, മറ്റുള്ളവർക്ക് ആഗ്രഹങ്ങളുണ്ട്. ചെറിയ മനസ്സുകൾ നിർഭാഗ്യത്താൽ മെരുക്കപ്പെടുകയും കീഴടക്കുകയും ചെയ്യുന്നു. എന്നാൽ വലിയ മനസ്സുകൾ അവരെക്കാൾ ഉയർന്നു വരുന്നു. നിങ്ങൾക്ക് അഭിനന്ദനം ലഭിക്കുന്നിടത്തേക്ക് പോകുക. അവിടെ നിങ്ങളുടെ ആത്മവിശ്വാസം, ആരോഗ്യം, ജീവിതം എന്നിവ മികച്ചതായിരിക്കും. സ്നേഹത്തിന്റെ നിയമങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ നന്നായി മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും. കാരണം അവരും അവരുടെ സ്നേഹവും നിഷ്കളങ്കമാണ്. ബുദ്ധിയുള്ള ആളുകൾക്ക് സുഹൃത്തുക്കൾ കുറവാണ്. ഒരു വ്യക്തി എത്ര മിടുക്കനാണോ അത്രത്തോളം സൗഹൃദ ബന്ധങ്ങളും കുറയുന്നു. സ്ത്രീയും പുരുഷനും വ്യത്യസ്ത രീതിയിൽ പ്രശ്നങ്ങളെ നോക്കി കാണുന്നു. പുരുഷൻ പ്രവൃത്തിയിലൂടെ പരിഹാരം കാണുമ്പോൾ സ്ത്രീ വൈകാരികമായി സമീപിക്കുന്നു. മറ്റാരുമില്ലാതിരുന്ന സമയത്ത് നിങ്ങൾക്കായി ആരൊക്കെ ഉണ്ടായിരുന്നുവെന്ന് എപ്പോഴും ഓർക്കുക. നിങ്ങളെ മുഖസ്തുതി പറയുന്നവർ നിങ്ങളുടെ ശത്രുവാണ്. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് പറയുന്ന ആളുകളാണ് നിങ്ങളുടെ മിത്രം. ബന്ധങ്ങൾ, സ്നേഹം, സൗഹൃദം ഇതൊക്കെ ഒരു നിമിഷത്തെ തെറ്റിദ്ധാരണ കൊണ്ട് നമുക്ക് നഷ്ടമായേക്കാം. അതിനാൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് നമ്മുടെ ധാരണ ശരിയോ തെറ്റോ എന്ന് ഉറപ്പുവരുത്തുക. പഠനങ്ങൾ പറയുന്നത് നിങ്ങൾ മറ്റൊരാളെ കുറിച്ച് എപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ് എന്നാണ്. ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നത് തെറ്റുകൾ കൊണ്ടല്ല, മറിച്ച് തെറ്റിദ്ധാരണകൾ കൊണ്ട് മാത്രമാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.